ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമാ. നബിയെ, അങ്ങേക്ക് നാം വളരെ വ്യക്തമായ വിജയം അങ്ങേക്ക് നൽകിയിരിക്കുന്നു. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക, അങ്ങയിൽ നിന്ന് കഴിഞ്ഞുപോയ പാപങ്ങളും വമാ തഅഖർ, വരാനിരിക്കുന്നതും അല്ലാഹു അങ്ങേക്ക് മറയിട്ട് തന്നിരിക്കുന്നു നബിയേ. വയുതിമ്മ നിഅമതഹു അലൈക, അങ്ങയുടെ മേൽ അല്ലാഹുവിന്റെ അനുഗ്രഹം അല്ലാഹു പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമ, വളരെ നേരായ വഴിയിലേക്കാണ് നബിയെ അങ്ങയെ അല്ലാഹു വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹനീഅൻ ലക മാ അഅതാഹുല്ലാഹ്, നബിയെ, അല്ലാഹു അങ്ങേക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ അങ്ങേക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആ അഭിനന്ദനങ്ങളും ഞങ്ങൾ നേരുകയാണ്. അല്ലാഹു അങ്ങയുടെ എല്ലാ തെറ്റുകളും മാപ്പ് ചെയ്തു തന്നു, തെറ്റുകൾ പോലും ഇല്ലാതിരിക്കെ തന്നെ. അതുമാത്രമല്ല, റബ്ബിന്റെ അനുഗ്രഹങ്ങൾ അങ്ങേക്ക് അല്ലാഹു പൂർത്തിയാക്കി തന്നു. അല്ലാഹു അങ്ങേക്ക് ഫതഹ് തന്നു. ഹുദൈബിയ സന്ധി ഒപ്പുവെച്ചപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. ഹുദൈബിയയിൽ നിന്ന് മടങ്ങി വരുമ്പോ, അതായത് ഹിജറയുടെ 6ാമത്തെ വർഷം മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസം മാറിയതിന്റെ പിറകെ 6ാമത്തെ കൊല്ലമാണ് ഹുദൈബിയ നടക്കുന്നത്. ആ ഹുദൈബിയയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളുടെ ഉടമ്പടികൾക്ക് നിരുപാധികം ഒപ്പുവെച്ചു കൊടുത്തു പോന്ന ആ ഒരു സന്ധി കരാറ്, മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ ചെയ്യാൻ പോയിട്ട് ഉംറ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിനെയും 2000-ലേറെ വരുന്ന സ്വഹാബികളെയും തിരിച്ചയച്ചപ്പോ, ഞങ്ങൾ അടുത്ത വർഷം വരാം, എന്നാൽ നമുക്കിടയിൽ 10 വർഷത്തേക്ക് ഇനി യുദ്ധം പാടില്ല എന്ന കരാർ ഒപ്പിട്ട് വരുമ്പോ, ആ കരാറിലെ പല നിബന്ധനകളും ഖുറൈശികൾക്ക് അനുകൂലവും മുസ്ലിമീങ്ങൾക്ക് പ്രതികൂലവുമായിരുന്നു. ചരിത്രം നമുക്കറിയാവുന്നത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. സ്വഹാബികൾ പലരും വിചാരിച്ചു ഇതൊരു പരാജയമാണ്. എന്തിനാണ് ഇങ്ങനെ നമ്മൾ ശത്രുക്കളുടെ മുമ്പിൽ അടിയറവ് വെക്കേണ്ടത്? എന്തിനാണ് അവര് പറയുന്നത് സമ്മതിക്കുന്നത്? നമുക്കൊരു യുദ്ധം ചെയ്തുകൂടെ? മക്കത്തേക്ക് നമുക്ക് ഇരച്ചു കയറിക്കൂടെ? സ്വഹാബികൾ സായുധ സന്നദ്ധര അല്ലെങ്കിൽ പോലും ഈമാനിന്റെ ബലത്തിൽ അവർക്കത് ചെയ്യാൻ കഴിയും. 1000-ലേറെ വരുന്ന ശത്രുക്കളോട് 313 സ്വഹാബികൾ പടപൊരുതിയതാണ് ബദർ. ഹുദൈബിയയിൽ 2000-ലേറെ മുസ്ലിമീങ്ങളുണ്ട്. അവർക്ക് മക്കയിലേക്ക് കയറാൻ കഴിയും, തങ്ങളുടെ ഒരു ചെറിയ സമ്മതം കിട്ടിയാൽ മതി. ആ ഹബീബിന്റെ സന്ധിയിൽ ഒപ്പുവെച്ചത് ഒരു പരാജയമാണെന്ന് പലരും അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് അല്ലാഹു ഇറക്കിയ ആയത്താണ് സൂറത്തുൽ ഫത്ഹ്. ഇത് വിജയമാണ്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ, ഇത് വിജയമാണ് നബിയെ. അല്ലാഹു അങ്ങേക്ക് വലിയ വിജയം നൽകിയിരിക്കുന്നു. ആയത്തിന്റെ അർത്ഥം അതാ, അല്ലാഹു അങ്ങേക്ക് സ്പഷ്ടമായ വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു. സത്യത്തിൽ ഇസ്ലാം ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പ്രചരിക്കുന്നത് ഹുദൈബിയ സന്ധി ഒപ്പുവെച്ച ആ 2 കൊല്ലമാണ്. 10 കൊല്ലം യുദ്ധം പാടില്ലെന്ന് പറഞ്ഞെങ്കിലും 2 കൊല്ലമേ ആ കരാറ് ശരിക്കും നിലനിന്നിട്ടുള്ളൂ എന്നാണ് ചരിത്രം. അപ്പോഴേക്കും ഖുറൈശികൾ കരാറ് പൊളിച്ചു. അതിനെ തുടർന്ന് മക്ക വിജയം സംഭവിച്ചു. മറ്റു ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. ആ 2 വർഷത്തിനിടയിലാണ് മുഖൗഖിസ് രാജാവിന്, ഈജിപ്തിന്റെ പാട്രിയാർക്ക്, അയാൾക്ക് നബിതങ്ങൾ കത്തെഴുതിയത്. റോമിന്റെ സീസറിന് കത്തെഴുതിയത്. അതുപോലെ തന്നെ അറേബ്യയുടെ നാനാഭാഗത്തുമുള്ള രാജാക്കന്മാർക്ക്, ഭരണാധികാരികൾക്ക് നബിതങ്ങൾ കത്തെഴുതിയത്. അവരൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്, ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ദീനിന്റെ വെളിച്ചം കടന്നു ചെന്നത് ഒക്കെ ഈ 2 കൊല്ലത്തിനിടക്കാണ്. അതുകൊണ്ടാണ് ഖുർആൻ ആദ്യേ പറഞ്ഞു ഇത് വിജയമാണ്, ഫതഹാൻ. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമാ. അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു, നബിയേ, ഹനീഅൻ ലക മാ അഅതാകല്ലാഹ്, അല്ലാഹു അങ്ങേക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് അങ്ങയെ ഞങ്ങൾ ആശീർവദിക്കുകയാണ് നബിയേ. ഫമാ ലനാ, ഞങ്ങൾക്ക് എന്താണ് നബിയെ ഉള്ളത്?
അങ്ങേക്ക് എല്ലാം അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു. അങ്ങേക്ക് അള്ളാഹു നിഅ്മത്ത് പരിപൂർണമാക്കി തന്നിരിക്കുന്നു. അങ്ങേക്ക് അള്ളാഹു ഫത്ഹ് നൽകിയിരിക്കുന്നു. ഫമാ ലനാ, ഞങ്ങൾക്ക് എന്താണ് നബിയെ? ആയത്തിന് മറുപടിയാണ് ഫനസലത്. അപ്പോഴാണ് സൂറത്തുൽ ഫത്ഹിലെ 5-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. ലിയുദ്ഖിലൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വയുകഫിറ അൻഹും സയ്യിആതിഹിം വകാന ദാലിക ഇൻദല്ലാഹി ഫൗസൻ അളീമാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങൾക്ക് എന്താ ഉള്ളത്? അങ്ങയുടെ അള്ളാഹു നൽകിയ അങ്ങേക്കുള്ള നിഅ്മത്ത് പറഞ്ഞപ്പോ ഫമാ ലനാ, ഞങ്ങൾക്ക് എന്തുണ്ട് എന്നതിന് മറുപടി ലിയുദ്ഖിലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അള്ളാഹുവിൽ വിശ്വസിച്ച ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അള്ളാഹു പ്രവേശിപ്പിക്കും. ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, മനോഹരങ്ങളായ പുഴകൾ ഒഴുകുന്ന, സ്വർഗീയ നദികൾ ഒഴുകുന്ന സ്വർഗത്തിന്റെ ആരാമങ്ങളിലേക്ക് അല്ലാഹു മുഅ്മിനീങ്ങളോട് കടന്നു ചെല്ലാൻ പറയും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു അവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ. ഖാലിദീന ഫീഹാ, ഈ വിശ്വാസികൾ എന്നും അവിടെ നിരന്തരമായി മരണമില്ലാതെ ജീവിക്കുന്നവരാണ്. വയുകഫിറ അൻഹും സയ്യിആതിഹിം, അവരുടെ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഹബീബിന് അല്ലാഹു ചെയ്ത പോലെ, ഹബീബിന് അല്ലാഹു ഈ ദുനിയാവിൽ മാ ഖബലും മാ ബഅദും, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞു. പാപങ്ങൾ ഇല്ലാതിരിക്കെ തന്നെ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും, അവരെ സ്വർഗത്തിലേക്ക് കടത്തും. വകാന ദാലിക ഇൻദല്ലാഹി ഫൗസൻ അളീമാ, ഇത് അല്ലാഹുവിന്റെ അരികത്ത് ചെല്ലുമ്പോ ഏറ്റവും വലിയ വിജയമാണ്. പാപങ്ങൾ പുറത്തു കിട്ടുക എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണേ റബ്ബേ. മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മക്കള്, കൂട്ടുകുടുംബം, സഹോദര സഹോദരിമാര്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ മുഅ്മിനാത്തുകൾക്ക് റബ്ബേ നീ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹു തആല ഇങ്ങനെ ഹബീബിന് മാപ്പ് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴും തങ്ങൾ വെറുതെ ഇരുന്നിട്ടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ഇനി ഞാൻ ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിക്കാലോ. അങ്ങനെ തങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായി തങ്ങളുടെ കാലിൽ നീര് വന്നപ്പോ ചോദിച്ചല്ലോ, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, എന്തിനാണ് ഹബീബേ അങ്ങ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? കാലിൽ നീര് വന്ന് വീർക്കുമാർ അങ്ങ് എന്തിനാണ് നിന്ന് നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ, അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്ന, നന്ദി ചെയ്യുന്ന, അൽഹംദുലില്ല പറയുന്ന, അല്ലാഹുവിന് ശുക്ർ പറയുന്ന ഒരു അബ്ദായി ഞാൻ മാറണ്ടയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ കൂടുതൽ കൂടുതൽ ഇബാദത്ത് കൊണ്ട് പരിശ്രമിക്കുകയായിരുന്നു. അല്ലാഹു എല്ലാം നിഅമത്ത് വാരിക്കോരി കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദൻ ശകൂറ, അല്ലാഹുവിന്റെ അടിമയായി, അല്ലാഹുവിന്റെ ഒരു അബ്ദായിട്ട് അല്ലാഹുവിലേക്ക് അടുക്ക കൂടുതൽ. നോക്കണം, ഒരു അഹങ്കാരത്തിന്റെ ലാഞ്ചന പോലും പുണ്യനബി തങ്ങൾക്ക് വിചാരിച്ചൂടെ? അങ്ങനെ തങ്ങൾ വിചാരിച്ചില്ല. എന്നെ അല്ലാഹു ഇത്രയധികം ഉയർത്തിയില്ലേ, പക്ഷേ ഞാൻ അപ്പോഴും അല്ലാഹുവിന്റെ അബ്ദാണ്, അല്ലാഹുവിന്റെ അടിമയാണ്. ആ അടിമത്തത്തിൽ ജീവിക്കുന്നതാണ് ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ മഹത്വം. റബ്ബിന്റെ അടിമയാവുക, സമ്പത്തിന്റെ അടിമയല്ല, സിനിമയുടെ അടിമയല്ല. നമ്മൾ അടിമയാകുന്നത് അല്ലാഹുവിന്, സ്പോർട്സിന്റെയോ എന്റർടൈൻമെന്റിന്റെയോ അടിമയല്ല. നമ്മുടെ അടിമത്വം അല്ലാഹുവിനാണ്. അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഇസ്മത്ത് നൽകിയിട്ടുണ്ട്. ഇസ്മത്ത് നൽകി, പാപമോചനം, പാപങ്ങൾ പുറത്തു തരാന്ന് പറയുമ്പോഴും പാപമോചനം അല്ലാഹു നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅസൂമാണ്. അശ്രദ്ധകൾക്ക് പോലും അല്ലാഹു തആല, അല്ലാഹുവിന്റെ ഹബീബ് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചിട്ടുണ്ട്. അശ്രദ്ധ വന്നു പോവുക, അതൊന്നും അല്ലാഹു ശിക്ഷിക്കാത്ത കാര്യമാണ്. ഇസ്തിഗ്ഫാറും മിനൽ ഗഫലാതി വനഹ്വിഹാ. ഇബ്നു ആശൂർ തങ്ങൾ അങ്ങനെ തഫ്സീർ കൊടുത്തത്. അല്ലാഹുവിന്റെ ഹബീബിന് ഗഫലത്ത് വരാതിരിക്കുക. അല്ലാഹുവിനോട് ഒരു ദിവസം 100 തവണ അല്ലാഹുവിന്റെ ഹബീബ് പാപമോചനം ചോദിക്കും. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖതീഅതി, പടച്ചവനെ എന്റെ തെറ്റെനിക്ക് മാപ്പ് തരയണമേ. ഇതൊക്കെ ഹബീബിന്റെ തവാദുആണ്, അവിടുത്തെ വിനയമാണ്. തെറ്റ് ചെയ്തിട്ടല്ല അത്, എന്നാലും മാപ്പ് തരയണമേ എന്ന് പറയുന്ന ആ ഒരു ചോദ്യം വല്ലാത്തൊരു. ഹബീബായ തങ്ങൾ
സ്വഹാബത്തിനോട് ചോദിച്ചില്ലേ മാപ്പ് തരണമെന്ന്? ബദർ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ചോദിച്ചു, വഫാത്തിന്റെ തൊട്ട് മുമ്പ് ചോദിച്ചു, നിങ്ങൾക്ക് മാപ്പ് തരണം. നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ ദേഹോപദ്രവം ചെയ്യുകയോ സാമ്പത്തിക ഇടപാട് ചെയ്യുകയോ ചെയ്ത് എനിക്ക് മാപ്പ് തന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതാ പ്രതികാരം എടുത്തോളൂ. ആർക്കാണിത് പറയാൻ കഴിയുക? 1,24,000 സ്വഹാബികൾ ഹബീബിന്റെ കൂടെ ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നൊരു സമയം നോക്കണം. 1,24,000 അംബിയാഇന്റെ എണ്ണം. അത്ര തന്നെയാണ് ഹബീബിന്റെ സ്വഹാബത്തിന്റെ എണ്ണം. അതിൽ 1,23,000 ആളുകൾ സ്വഹാബിമാർ അന്ന് ഹബീബിന്റെ കൂടെ ഹജ്ജത്തുൽ വിദായിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ബാക്കിയായ 1,000 പേർ അറേബ്യക്ക് പുറത്തുള്ളവർ വേറെ. സ്വഹാബത്തിന്റെ എണ്ണം അംബിയാഇന്റെ എണ്ണത്തോട് താരതമ്യപ്പെടുത്തുന്ന ഒരു എണ്ണമാണ് 1,24,000. ഭയങ്കര അത്ഭുതമല്ലേ? അത്രയും വലിയൊരു അനുയായി വൃന്ദങ്ങൾ അന്നത്തെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അത് ആ നാട് മുഴുവനുമാണ്. അത്രയും വലിയൊരു അനുയായി വൃന്ദം ഹബീബിന്റെ കൂടെ ഉണ്ടായിരിക്കെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പ്രതികാരം ചോദിക്കാനുണ്ടോ? എന്നോട് ചോദിച്ചോളൂ, എന്നോട് പ്രതികാരം എടുത്തോളൂ. ഒമൻ വറബ്തുഹു, ഞാൻ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഹാദാ ദുഹ്രി, എന്റെ പുറമിതാ, എന്നെ വന്ന് അടിച്ചോളൂ. സമ്പത്ത് ഞാൻ നിങ്ങളിന്ന് എടുത്തിട്ടുണ്ടോ? ഏതാ എന്റെ സമ്പത്തിന്ന് നിങ്ങൾക്ക് വേണ്ടതെടുക്കാം, നിങ്ങൾക്ക് മാപ്പ് തരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് ചോദിച്ചൊരു നേരം ആലോചിച്ച് നോക്കൂ. അല്ലാഹുമ്മ ഗ്ഫിർലി ഖതീഅതി, അള്ളാഹുവിനോട് അങ്ങനെയാ ചോദിക്കുന്നത് നിങ്ങൾ. അള്ളാഹുവേ, എന്റെ ഖതീഅത്തുകൾ, തെറ്റുകൾ മാപ്പ് തരേണമേ. തെറ്റുകളില്ല, പക്ഷേ അത് ഫീ മഖാമി തവാദുഇന്റെ ഒരു സ്ഥാനമാണ്. അതാണ് അംബിയാഇനെ മൻ തവാദഅ ലില്ലാഹി റഫഅഹുല്ലാഹ്. ആരാണോ അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതരാകുന്നത് അവർ അള്ളാഹു ഉയർത്തും, അള്ളാഹു ഒരു ഉന്നതിയിലേക്ക് കൊണ്ടുപോകും. തവാദുഅ് വല്ലാത്തൊരു ഗുണമാണ്. അത് അള്ളാഹു തെരഞ്ഞെടുത്ത നല്ല മനുഷ്യർക്ക് മാത്രമുള്ള ഗുണമാണ്. ആ ഗുണമില്ലെങ്കിൽ നമ്മൾ ആ ഗുണത്തിലേക്ക് നമ്മുടെ ശരീരത്തെ പിടിച്ചു കൊണ്ടുവരണം എന്നാണ്. അള്ളാഹു നമ്മളെ മുത്തവാദിഅങ്ങളാക്കി തരട്ടെ. അള്ളാഹുവിന്റെ മുമ്പിൽ ചെറുതാവുക, അത്ര മതി. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ചെറുതാണ്. ഇത് നമ്മുടെ മനസ്സിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ വാക്കുകളിലും ഇടപാടുകളിലും ഒക്കെ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ വളരെ ചെറുതാണ്. എല്ലാവരും, എല്ലാ മുഅ്മിനീങ്ങളും നമ്മളെക്കാളും ഖൈറായവരാണ്. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു മൈൻഡ് സെറ്റ് ഇത് ഹബീബായ തങ്ങളുടെ സ്വഭാവമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നൊരു രാത്രി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, തങ്ങൾക്ക് തെറ്റ് സംഭവിക്കില്ല എന്ന് പറയാൻ കാരണം ഓരോ മനുഷ്യനും ഖരീൻ എന്ന് പറയുന്ന ഒരു ശൈത്വാനുണ്ട്. നമുക്കൊക്കെ ഒരു ഖരീനുണ്ട്. എല്ലാ മനുഷ്യർക്കും ഖരീനുകളുണ്ട്. മലക്കുകളിൽ നിന്നൊരു ഖരീനുണ്ട്, ജിന്നുകളിൽ നിന്ന് ഖരീൻ. ജിന്നിലെ ഖരീൻ എന്ന് പറഞ്ഞ ശൈത്വാനാണ്. ഓരോ മനുഷ്യന്റെ കൂടെയും ഉണ്ടെന്നാണ് ഒരു ഖരീൻ. ആ ഖരീൻ നമ്മളോട് തെറ്റുകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഖരീനാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. റളിയല്ലാഹു അൻഹ പറഞ്ഞത്, തങ്ങളുടെ ഖരീൻ മുസ്ലിമാണ്. നമുക്കൊക്കെ ശൈത്താനായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തിന്മകളിലേക്ക് ഒരു ഇൻക്ലിനേഷൻ നമുക്ക് വരും, സ്വാഭാവികമാണ്. പക്ഷേ തങ്ങളുടെ ഖരീൻ മുസ്ലിമാണ്. അതുകൊണ്ട് ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, തങ്ങളോട് ഖൈറല്ലാതെ ഒന്നും അത് പറയില്ല. നമ്മളോട് ശർറ പറയാ നമ്മുടെ ഖരീൻ. തങ്ങളോട് തങ്ങളുടെ ഖരീന് പോലും പറയുന്നത് ഖൈറാണ്. പിന്നെ എങ്ങനെ തങ്ങൾ തെറ്റ് സംഭവിക്കാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി ഖറജ മിൻ ഇൻദിഹാ ലൈല. ഒരു രാത്രി ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹി ഞങ്ങൾ പുറത്തുപോയി. ഫഗിർതു അലൈഹി, എനിക്ക് ഭയങ്കര ദേഷ്യം, അസൂയയും തോന്നി തങ്ങളോട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെയുള്ള തങ്ങളുടെ മറ്റു ഭാര്യമാരുടെ അടുത്തേക്കാണോ പോയത് എന്ന തോന്നൽ കൊണ്ട് ഫഗിർതു അലൈഹി ഫജാഅ ഫറആ മാ അസ്ന. അങ്ങനെ തങ്ങൾ തിരിച്ചു വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖത്തുള്ള ഒരു ദേഷ്യവും ആ ഒരു ഗീറത്തും ഒക്കെ തങ്ങൾ കണ്ടപ്പോ, മാലികി യാ ആയിഷതു അഗിർതി, ആയിഷ നിങ്ങൾക്ക് ഗീറത്ത് സംഭവിച്ചോ? മനസ്സിൽ ദേഷ്യം വന്നോ? നമ്മൾ മലയാളത്തിലൊക്കെ ഈറടിക്കുക എന്നൊക്കെ പറയും. മലയാളത്തില് നമ്മുടെ മലപ്പുറം ഭാഷയില് അത് ഗീറത്താണ്. ഈ ദേഷ്യപ്പെടുന്നതിനാണ് ഈ ഈറ കടിക്കാന്ന് ഇബ്രാഹിം. അതായിരിക്കും ചിലപ്പോ അല്ലെ. ഈറ കടിക്കാന്ന് പറഞ്ഞാൽ ഗീറത്താണ്. ഗീറത്ത് അസൂയ കലർന്ന ദേഷ്യത്തിനാണ് ഗീറത്ത് എന്ന് പറയാം. അഗിർതി, നിങ്ങൾക്ക് ദേഷ്യം വന്നോ? ഫഖുൽതു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, വമാ ലിയ ലാ യഗാറു മിഥ്ലി അലാ മിഥ്ലിക്. നബിയേ, എന്നെ പോലെയുള്ളൊരു പെണ്ണ് അങ്ങയെ പോലെയുള്ളൊരു ഭർത്താവിന്റെ വിഷയത്തിൽ ഗീറത്ത് കാണിക്കാതിരുന്നെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നമ്മുടെ
ഫെമിനിസ്റ്റുകളും മറ്റുള്ളവരൊക്കെ ഒന്ന് കേൾക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിട്ട് അതിൽ തലവേദന എടുത്ത് നടക്കുന്ന ഒരു ബീവിക്ക് ഒരു കുഴപ്പമില്ല. ഇവര് കടന്ന് മൂങ്ങ അവിടുന്ന്. ബീവി പറയും, എനിക്ക് അങ്ങയെ വേണം നബിയെ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. എന്നെ പോലത്തെ ഒരു പെണ്ണ് അങ്ങയെ പോലത്തെ ഒരു ഭർത്താവിനെ നഷ്ടമാകുന്നതിൽ അല്ലെങ്കിൽ കാണാതാകുന്നതിൽ രക്ഷപ്പെടൂലേ? അതിന് എന്ത് അത്ഭുതമുള്ളതെന്ന് ചോദിച്ചു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. തങ്ങളുടെ സാന്നിധ്യം എന്നും അവർക്ക് വേണമെന്ന് ആഗ്രഹിച്ച മഹദിയാണത്. ഫഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബീവിയോട് ചോദിച്ചു, അഖദ് ജാഅകി ശൈത്വാനുകി, ആയിഷ ബീവി നിങ്ങളുടെ ശൈത്താൻ നിങ്ങളുടെ അടുത്ത് വന്നല്ലേ എന്ന് ചോദിച്ചു. ജാഅകി ശൈത്വാനുകി, അതായത് നബി പോയത് മറ്റു ഭാര്യമാരുടെ വീട്ടിലേക്കായിരിക്കും എന്നൊക്കെ ഒരു വസ്വാസ് നിങ്ങളുടെ തലയിൽ വന്നില്ലേ? നിങ്ങളുടെ ശൈത്താന് വന്നോ? യാ റസൂലല്ലാഹി അവ മഅയ ശൈത്വാൻ, നബിയേ എന്റെ കൂടെ ശൈത്വാനുണ്ടോ? ഖാല നഅം, ഉണ്ട് ആയിഷ. ഖുൽതു വ മഅ കുല്ലി ഇൻസാൻ, എല്ലാ മനുഷ്യർക്കും ഉണ്ടോ നബിയേ ഇങ്ങനെ ഒരു പിശാച്? ഖാല നഅം, ഉണ്ട്. ഖുൽതു വ മഅക, അങ്ങയുടെ കൂടെയും ഉണ്ടോ നബിയേ പിശാച്? യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയുടെ കൂടെയും പിശാചുണ്ടോ? ഖാല നഅം, ഉണ്ട്. വലാകിൻ, എന്റെ ശൈത്വാൻ, വലാകിൻ റബ്ബി ആനനി അലൈഹി ഹത്താ അസ്ലം, എന്റെ പിശാച് മുസ്ലിമാണ്, എന്റെ പിശാചിന്റെ മേൽ അല്ലാഹു എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്ത് ധാരാളം ചെയ്യാൻ നബി തങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്ത് ഇത്ര പോരാ എന്നാ തങ്ങൾ ആലോചിക്കുക. അത് ഒരു വീഴ്ചയായിട്ട് തങ്ങൾ കാണാറുണ്ട്. ഇത് ഞാൻ അള്ളാഹുവിനോട് ചെയ്യുന്നൊരു വീഴ്ചയല്ലേ? സുബ്ഹാനല്ലാഹ്. സമയത്തിന്റെ മഹത്വമാണ്. സമയം എത്ര ഇമ്പോർട്ടന്റ് ആണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വെറുതെ സമയം കളയുന്നതിന് പകരം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അന്ത്യനാളിലും അള്ളാഹുവിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ നല്ല കാര്യം പറയാ, ഇല്ലേ മിണ്ടാണ്ടിരുന്നാ മതി. നല്ലത് എഴുതുക, നല്ലത് വായിക്കുക. ഇതൊന്നും കിട്ടുന്നില്ലേ, മിണ്ടാണ്ടിരിക്കുക. എന്നാൽ തന്നെ മനുഷ്യൻ രക്ഷപ്പെടുന്നതാണ്. മനുഷ്യന്റെ സമയം അനാവശ്യങ്ങൾക്ക് വഴിമാറുന്ന ഒരു സാഹചര്യം, അത് അള്ളാഹുവിന്റെ ഹദറത്തിൽ നമ്മൾ ചെയ്യുന്നൊരു തെറ്റായിട്ടാണ് തങ്ങൾ കണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലീ ഖതീഅതി, അല്ലാഹുവേ എന്റെ തെറ്റെനിക്ക് പുറത്തു തരണമേ എന്ന് ഹബീബ് പറയാറുള്ളത്. ഇന്നഹു ലയുഗാനു അലാ ഖൽബി വ ഇന്നി അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തിന്നുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്ത് പോലും ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന ഒരു വേവലാതി ഹബീബിനുണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, നമ്മൾ ഉറങ്ങണം, അത് മനുഷ്യന്റെ വിശ്രമത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ഡെയിലി റൂട്ടീനിന്റെ ഭാഗമാണ്. ഉറങ്ങാതിരുന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മനുഷ്യൻ ഭക്ഷണം കഴിക്കണം, പക്ഷെ ഈ ഭക്ഷണം കഴിക്കുന്ന നേരത്തും ഉറങ്ങുന്ന സമയത്തും കൂടുതലും നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഭക്ഷണം കഴിക്കുന്ന നേരത്തും ഒക്കെ ബിസ്മി ചൊല്ലി കഴിക്കുന്നു, പക്ഷെ മറ്റു ഇബാദത്തുകളോ ദിക്റുകളൊന്നും ആ സമയത്ത് ചൊല്ലാൻ കഴിയില്ല. ഉറങ്ങുമ്പോഴും പറ്റുന്നില്ലല്ലോ. പടച്ചവനെ, അള്ളാഹുവേ പടച്ചവനെ എന്നെ കൊണ്ടാവുന്നില്ലല്ലോ അള്ളാഹുവേ എന്ന് റബ്ബിനോട് 100 തവണ തങ്ങൾ മാപ്പ് ചോദിക്കാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തങ്ങളെ അതൊന്നും അങ്ങ് പ്രശ്നമാക്കണ്ട, അങ്ങേക്കതെല്ലാം ഞാൻ മാപ്പ് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം, ഇങ്ങനെ തങ്ങൾ വേവലാതിയായി തങ്ങൾ വിചാരിച്ചിരുന്ന തങ്ങളുടെ മഖാമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോയിരുന്ന ഇബാദത്തുകൾ അത് നഷ്ടമായല്ലോ എന്ന തങ്ങളുടെ വേദനയെ സംബന്ധിച്ചാണ് ഖുർആൻ പറയുന്നത്. ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അല്ലാഹുവിന്റെ ഹബീബേ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാതൻ മുസ്തഖീമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്ത് പരിപൂർണമായി കിട്ടിയ ഒരു മഹാത്മാവാണ്. തങ്ങൾക്ക് മാത്രമാണ് അല്ലാഹു നിഅമത്ത് പൂർണ്ണമാക്കി കൊടുത്തത്. ഹബീബിന് അല്ലാഹു നൽകിയ നിഅമത്തിന്റെ ഒരു ഭാഗം ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അല്ലാഹു തആല ഹബീബിന്റെ മനസ്സിലേക്ക് സകീനത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട്. സകീനത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു സമാധാനമാണ്, ആ ഒരു അനുഭൂതിയാണ്. എന്ത് വലിയ പ്രശ്നമാണെങ്കിലും തങ്ങളുടെ മനസ്സ് ശാന്തമാണ്. ചുറ്റുവട്ടങ്ങളിലും തങ്ങളെ കൊല്ലാൻ വേണ്ടി ആളുകൾ 7ഓളം ചെറുപ്പക്കാർ വാള് പിടിച്ച് കാത്തിരുന്നിട്ടുണ്ട്, പക്ഷെ തങ്ങള് പേടിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗാറ് സൗറിലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് രക്ഷപ്പെട്ടു പോകുമ്പോ സൗർ ഗുഹയിൽ എത്ര ദിവസം തങ്ങൾ താമസിച്ചത്?
എത്ര ദിവസം? 3 ദിവസം. ആ 3-ാമത്തെ ദിവസം ശത്രുക്കൾ വന്ന് തങ്ങളുടെ ഗുഹാമുഖത്തെത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പേടിച്ചിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങൾ പേടിച്ചിട്ട് പറഞ്ഞു, നബിയെ അവർ നോക്കിയാൽ നമ്മളെ കാണുമല്ലോ. അപ്പോ ഹബീബായ തങ്ങൾ സംസാരിക്കുക ചെയ്തത്. സത്യത്തിൽ പേടിച്ചാൽ അവിടെ മിണ്ടാൻ പാടില്ല. തങ്ങളെന്താ എന്താ അബൂബക്കറെ നിങ്ങൾ വിചാരിക്കണത് നമ്മൾ 2 നമ്മുടെ കൂടെ അള്ളാഹു ഇല്ലേ? 3-മനായി അള്ളാഹു കൂടെയുണ്ടെങ്കിൽ എന്തിനാ പേടിക്കുന്നത്? ആ ഒരു രംഗം സൂറത്ത് തൗബയിൽ അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. തബൂക്ക് യുദ്ധം നടക്കുമ്പോ സ്വഹാബികളിൽ ചില ആളുകൾ, സ്വഹാബികളിൽ മുനാഫിക്കുകളാണ്, അവര് ഈ ചൂടത്ത് പോവണോ? ചൂടല്ലേ, കഷ്ടപ്പാടല്ലേ, കഴിഞ്ഞ വർഷം ഈത്തപ്പഴം കഴിച്ചിട്ടില്ല, ഒരു മാസം ഒരു 10-20 ദിവസം കഴിഞ്ഞാൽ അതിന്റെ ഹാർവസ്റ്റ് ആണ്, ഈത്തപ്പഴം പറിക്കേണ്ട സമയമാണ്, ഈ കൊല്ലത് പറിച്ചില്ലെങ്കിൽ അടുത്ത കൊല്ലം നമുക്ക് പട്ടിണിയാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ, ഇപ്പോഴേ പോവണോ എന്ന് ചിന്തിച്ച് ലാ തൻഫിറു ഫിൽ ഹർ, ഈ ചൂടത്ത് പോവണ്ട എന്ന് പറഞ്ഞപ്പോ ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ, നരകത്തിന്റെ ചൂട് ഇതിലും വലുതാണ് കേട്ടോ എന്നൊക്കെ ഖുർആൻ ഇടപെട്ട് സംസാരിച്ച രംഗമാണ് തബൂക്ക് തങ്ങൾ അവസാനം പോയ യുദ്ധമാണ് തബൂക്ക്. അവിടെ അല്ലാഹു ഒരു സംഭവം പറഞ്ഞു. ബിസ്മില്ലാഹി അഊദു ബില്ലാഹി സമീഉൽ അലീം. തൗബയാണ്, ബിസ്മി ഓതൂല. അഊദു ബില്ലാഹി സമീഉൽ അലീം. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا إلا تنصروه, എന്റെ റസൂലിനെ നിങ്ങളാരും സഹായിച്ചില്ല എങ്കിൽ പോലും ഫഖദ് നസറഹുല്ലാഹ്, നിങ്ങളുടെ ആരുടെയും ഒരു ഇടപെടലുമില്ലാതെ ഹബീബായ നബിയെ അല്ലാഹു സഹായിച്ചിട്ടുണ്ടല്ലോ. ഇദ് അഖ്റജഹുല്ലദീന കഫറൂ, അവിശ്വാസികളായ മക്കക്കാർ ഹബീബിനെ മക്കയിൽ നിന്ന് പുറത്താക്കിയ സമയം, സാനിയത്തിനൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ, അവർ 2 പേരും ഇരിക്കുമ്പോ രണ്ടാമനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് പറഞ്ഞു, രണ്ടാമനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാനിയത്തിനൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി, തന്റെ കൂട്ടുകാരനോട് സിദ്ദീഖ് തങ്ങളോട് ലാ തഹ്സൻ, സങ്കടപ്പെടരുത്, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ നേരം നിങ്ങളറിയാതെ, നിങ്ങളുടെ ഒരു ഇടപെടലുമില്ലാതെ, നിങ്ങൾ ആർക്കും വന്നു നോക്കാൻ കഴിയാത്ത വിധം, ആരും കൂടലല്ലോ, അസ്ഹാബുകൾ മുഴുവനും മദീനത്തെത്തിയിട്ടുണ്ട്. മക്കയിൽ ആകുള്ളത് ആരാണ്? പ്രായമുള്ള രോഗികൾ, പിന്നെ അലി റളിയല്ലാഹുവിന്റെ കുട്ടിയാണ്, സിദ്ദീഖ് തങ്ങളുടെ നിബിധങ്ങളുമാണ് പിന്നെ മക്കത്തുള്ളത്. അവരാണ് ഇപ്പൊ ഈ ഗുഹയിലുള്ളത്. ഒന്ന് അനുയായികൾക്ക് ഒന്ന് വിളിച്ചാൽ ഓടി വരാൻ പോലും മക്കയിൽ ആളുകളില്ല. കാരണം ഹിജ്റയുടെ അത്ഭുതം എന്താ? സ്വഹാബികളോട് ആദ്യം പോകാൻ പറഞ്ഞു നിബിധങ്ങൾ മദീനയിലേക്ക്. അതാണ് ഹിജ്റ സ്വല്ലല്ലാഹു, അത് തങ്ങളുടെ ധൈര്യമാണത്. അല്ലെങ്കിൽ എന്താ നേതാവ് പറയാ, ഇങ്ങോട്ട് ഞാൻ പോട്ടെ എന്നല്ലേ പറയാ? നേതാവായി തങ്ങൾ പറഞ്ഞത് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടോളൂ മദീനയിലേക്ക്, രാത്രി പുറപ്പെടുക. രാത്രികളിലാണ് അവരൊക്കെ പുറപ്പെട്ടത്. അവരൊക്കെ ഏകദേശം മദീനത്തെത്താറായപ്പോഴാ തങ്ങൾ മക്കയിൽ നിന്ന് പോകുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാളുള്ളത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ അലി തങ്ങള് ചെറുപ്പക്കാരനാണ്. അലി റളിയല്ലാഹു 23 വയസ്സായിട്ടുള്ളപ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. ബാക്കി ആരുമില്ല നബി തങ്ങൾക്ക് കാര്യമായ കൂട്ടിന് സഹായത്തിന്. ഒന്ന് വിളിച്ചാൽ ഓടി വരാൻ പോലും ആളില്ല. അതാ ഖുർആൻ പറയും, നിങ്ങൾ ആരും എന്റെ ഹബീബ് തബൂക്കിലേക്ക് വിളിച്ചിട്ട് വന്നില്ല എന്ന് വിചാരിക്കുക, എന്റെ ഹബീബിനെ ഞാൻ സഹായിക്കും, ഞാനത് ചെയ്തിട്ടുണ്ടല്ലോ. ശത്രുക്കൾ ഹബീബിനെ തേടി വന്ന നേരത്ത്, മുത്തുനബിയെ കൊന്നുകളയുമെന്നവരെ പറഞ്ഞ നേരത്ത്, നിങ്ങളുടെ ആരുടെയും ഒരു സഹായവും പ്രതീക്ഷിക്കപ്പെടാൻ പോലും ഇല്ലാത്ത നേരത്ത് അല്ലാഹു ഹബീബിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അവിടുത്തെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് സമാധാനം അല്ലാഹു ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇൻസാലു സക്കീന, ഈ സമാധാനം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകുന്ന വലിയൊരു തൗഫീഖാണ്. ഇൽമിന്റെ മജ്ലിസിനെ കുറിച്ച് തങ്ങളത് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്ന ഒരു മജ്ലിസ് ആണെങ്കിൽ അവിടെ നസലത് അലൈഹിമുസ് സക്കീന, സമാധാനം അവിടെ വരും. വഹഫത്തുഹുമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ അവരെ വലയം ചെയ്യും.
വഹഫ്ഫതുഹും റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്ത് അവരങ്ങോട്ട് പൊതിയും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അള്ളാഹുവിന്റെ അരികത്തുള്ള മലക്കുകളോട് റബ്ബ് തആല അഭിമാനം പറയും. അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിരിക്കുന്ന ഒരു സദസ്സിനെ കുറിച്ച് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സക്കീനത്ത് വരുന്നൊരു മജ്‌ലിസാക്കി അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ മാറ്റി തരട്ടെ. സക്കീനത്ത് മലക്കുകൾ കൊണ്ടുവരുന്നതാണ്, അള്ളാഹു എന്ന് വരുന്ന വലിയൊരു തൗഫീഖാണ്. അത് നിബിധങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞ ആയത്ത് സൂറത്ത് തൗബയിൽ. ثم أنزل الله سكينته على رسوله وعلى المؤمنين فأنزل الله سكينته على رسوله وعلى المؤمنين. സൂറത്തു തൗബയിലും സൂറത്തുൽ ഫത്ഹിലും അള്ളാഹു ഒരേപോലെ ആവർത്തിച്ച ആയത്താണിത്. അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ സക്കീനത്ത്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ശാന്തിയും സമാധാനവും ഹബീബെ അങ്ങയുടെ ഖൽബിലേക്ക് അള്ളാഹു ഇറക്കി തന്നു, അള്ളാഹിന്റെ റസൂൽ ഇറക്കി കൊടുത്തു. അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കും. തങ്ങൾ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരല്ലേ, അപ്പൊ ആ ഒന്നിച്ച് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ തങ്ങളുടെ മഹത്വം എടുത്തു കാണിക്കാനാണ് ഫഅൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി, ഹബീബായ തങ്ങളുടെ ഖൽബിലേക്ക് അള്ളാഹു ഇറക്കി കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഹബീബിന് ചെയ്ത വലിയ വലിയ മഹത്വമാണ്. ഹബീബിന് അള്ളാഹു ചെയ്തു കൊടുത്ത വലിയ മഹത്വങ്ങളിൽപ്പെട്ടത് സക്കീനത്ത് തങ്ങൾക്ക് ഇറക്കി കൊടുത്തു. ഗാർ സൗറിന്റെ ചരിത്രം പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഫഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സൈന്യത്തെ ഞാൻ അവിടെ ഇറക്കിയിട്ടുണ്ട്. അത് ചിലന്തി വലയല്ല, അതവിടുത്തെ മാടപ്രാവിന്റെ കൂടല്ല. അത് കണ്ടപ്പോഴേ അവര് നോക്കാതെ പോയത് ശരിയാണ്, പക്ഷേ അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാത്തൊരു സൈന്യത്തെ എന്റെ ഹബീബിന് ഞാൻ അവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. അവിശ്വാസികളുടെ വാക്കുകളും അവരുടെ ആശയങ്ങളും താഴെയാണ്. وكلمة الله هي العليا, അള്ളാഹുവിന്റെ കലിമത്താണ് എപ്പോഴും മേലെ നിൽക്കുന്നത്. നോക്കണം, എന്തൊക്കെ ചീത്ത പറയുന്ന ആൾക്കാർ വന്നുപോയി. നമ്മുടെ മലയാളത്തിൽ വരെ ഹബീബായ തങ്ങളുടെ ഇജ്ജത്തിന് വല്ല കുറവും പറ്റിയിട്ടുണ്ടോ? അത് അവിടെ ഒരു ഓളത്തിൽ അങ്ങ് വന്നു പോകുന്നു. പക്ഷെ ഹബീബിന്റെ ആ ഒരു മഹത്വം അള്ളാഹു ഉയർത്തി വെച്ചിരിക്കുകയാണ്. അത് മുഅ്മിനീങ്ങളുടെ ഖൽബില് നിഷ്പക്ഷമായി കാര്യങ്ങൾ വീക്ഷിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ വീക്ഷണങ്ങളിൽ, ചരിത്ര പണ്ഡിതന്മാർക്ക്, ഗവേഷകന്മാർക്ക്, വിജ്ഞാന കൊതുകികൾക്ക് ഒക്കെ ഹബീബിന്റെ സ്ഥാനം അള്ളാഹു ഉയർത്തി വെച്ചിരിക്കുകയാണ്. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ ഊതുന്നുവോ അതനുസരിച്ച് അതിന്റെ മാറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന പോലെ. സുബ്ഹാനല്ലാഹ്. فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു നൽകിയ മഹത്വങ്ങളിൽ പെട്ട ഒന്ന്, ഇന്നാ അഅതൈനാകൽ കൗസർ, ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു നൽകിയ കൗസർ എന്ന നദിയാണ്. അത് സ്വർഗ്ഗത്തിന്റെ നദി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ കൗസറിനെ കുറിച്ച് പറഞ്ഞത്, നഹ്റുൻ നുഅ്തിയഹു നബിയുക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പ്രവാചകർ, നിങ്ങളുടെ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഒരു പുഴയാണ് കൗസർ എന്ന് പറയുന്നത്. ഷാത്വിആഹു ദുർറുൻ മുജവ്വഫ്, അതിന്റെ കരകൾ, ആ പുഴ ഒഴുകുന്ന കരകൾ, അത് മണ്ണല്ല, അത് മണലുമല്ല. ദുർറുൻ മുജവ്വഫുൻ, ഉള്ളു കാണാൻ കഴിയുന്ന വിധമുള്ള മുത്തുകളാണ് അതിന്റെ ഓരങ്ങളിൽ നിൽക്കുന്നത്. ആ മുത്തുകൾക്ക് മീതെ ഒഴുകുന്ന പുഴയാണ് കൗസർ. അത് സ്വർഗത്തിന്റെ പുഴയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആനിയതുഹു കഅദദിൻ നുജൂം, അതിന്റെ പാത്രങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണത്തോളം ഉണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണ്? ബില്യൺ കണക്കിനാണ്. ബില്യൺ കണക്കിന് നക്ഷത്ര സമൂഹങ്ങളാണ് ഈ ഉമ്മത്തിൽ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തികളായി നമ്മൾ അറിയാത്ത, നമ്മൾ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത ആളുകൾ, ബില്യൺ കണക്കിന് ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ കൗസർ കുടിക്കാൻ വരുന്ന അതിനർത്ഥം ഹബീബിന്റെ അരികത്തേക്ക്. അപ്പോഴല്ലേ കപ്പ് കൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് നാലാൾ കൂടി ചേർന്ന് സംഘടന ഉണ്ടാക്കി നമ്മൾ മാത്രമേ സ്വർഗത്ത് പോകുന്നുള്ളൂ എന്ന് പറയാൻ നിൽക്കണ്ട. കാരണം അദദുൻ നുജൂമാണ് കൗസറിലെ കപ്പുകൾ അള്ളാഹു വെച്ചിട്ടുള്ളത്. അദദുൻ നുജൂം, ബില്യൺ കണക്കിന് കോപ്പകളാ. ഇതൊക്കെ കോരി കുടിക്കാൻ പറ്റുന്ന മുഅ്മിനീങ്ങൾ ഹബീബിന്റെ ഉമ്മത്തിൽ വരാനുണ്ടെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഖീദകളിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചു പോയവർ, അത് മനഃപൂർവ്വം ബോധിച്ചിട്ട് ഇടപെട്ട ആളുകൾ, അറിയാതെ വിട്ടുപോയവർക്കൊന്നും അതിൽ ബാധിക്കൂല.
പഴപ്പിച്ചവരെ പെടുള്ളൂ. അതിൽ പഴച്ചുപോയ ആളുകൾ നിരപരാധികളായിരിക്കും. അങ്ങനെ ലോകത്ത് കോടിക്കണക്കിന് ഹബീബിന്റെ ഉമ്മത്തികളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കോടിക്കണക്കിന്. അവർക്കൊക്കെ കുടിക്കാനുള്ള കോപ്പകൾ വെച്ചുകൊണ്ട് തങ്ങൾ കൗസറിന്റെ രംഗത്ത് കാത്തിരിക്കുന്നല്ലേ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കുടിക്കാൻ ആളുകൾ വരണ്ടേ? അത്രയും ഹബീബിന്റെ ഉമ്മത്തികൾ സ്വർഗത്തിലേക്ക് പോകുന്നവരുണ്ടാവുന്നതാണ്. അള്ളാഹു ആ സുംറത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി തരട്ടെ. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഏതൊക്കെ രീതികളിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, ഏതൊക്കെ കർമ്മശാസ്ത്ര നിയമങ്ങൾ ഫോളോ ചെയ്യുന്നവർ, ഏതെല്ലാം രീതിയിൽ ഇബാദത്ത് ചെയ്യുന്നവര്, അവർ അങ്ങനെ നമുക്കറിയില്ല. അവരുടെ മസ്അലയോ അവരുടെ മദ്ഹബോ അവരുടെ ആചാരങ്ങളോ നമ്മളൊരു പക്ഷെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. വിദേശങ്ങളിലും ഗൾഫിലൊക്കെ വന്നിരിക്കുന്ന ആളുകൾക്ക് ഏറെക്കുറെ നമ്മൾ ജുമുഅക്ക് കൂടിയാൽ കാണാൻ പറ്റും പലതരത്തിലും നിസ്കരിക്കുന്ന ആളുകള്. അവരൊരു പക്ഷെ ഒരു മദ്ഹബിനെ പിൻപറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ അവർ ഹഖായ വഴിയിലല്ലേ. അപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു രൂപം കാണുമ്പോഴേക്കും അതൊന്നും സ്വർഗത്ത് കിടക്കൂല എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ഭയങ്കര റിജിഡാണ്. മലയാളികൾക്ക് മാത്രമുള്ള ഒരു അസുഖമാണോ അതെന്ന് എനിക്കറിയില്ല. നമ്മൾ വളരെ ചുരുങ്ങിയ കുറച്ചാളുകൾ മതി എന്ന് തോന്നുന്ന വിശാലമായ സ്വർഗത്തെ സംബന്ധിച്ച് അന്ന് അറാബി പറഞ്ഞില്ലേ, പൊന്നാര നബിയെ ഞാൻ നിങ്ങളും മാത്രം ഇതിൽ കയറിയാൽ മതി, വേറെ ആരും ഇതിൽ കയറേണ്ട, അള്ളാഹിനോട് കൂട്ടാൻ വേണ്ടി പറയാം വാതില്. എന്തിനാണ് അറാബി വലിയൊരു സ്ഥലത്തെ നിങ്ങൾ എന്തിനായി ചെറുതാക്കി കളഞ്ഞത്? അവിടെ എത്രയോ ആളുകൾക്ക് വരാൻ സ്ഥലമില്ലയോ എന്ന് തിരിച്ചു ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പള്ളിയിൽ മൂത്രമൊഴിച്ചതിനെ തങ്ങളുടെ ഉപദേശം കേട്ട് സന്തോഷം കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞ വാക്കാണത്. ബാക്കിയുള്ളവരൊക്കെ എന്നെ ചീത്ത പറഞ്ഞില്ലേ, ബാക്കിയുള്ളവരൊക്കെ എന്നെ അടിക്കാൻ വേണ്ടി വന്നില്ലയോ, തങ്ങളെ അങ്ങല്ലേ ആ മൂത്രത്തിലേക്ക് വെള്ളമൊഴിച്ചാൽ മതി എന്ന് പറഞ്ഞത്, അങ്ങല്ലേ എനിക്ക് മാന്യമായി മറുപടി തന്നത്, എനിക്കറിയില്ലായിരുന്നു ഇവിടെ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന്, ഞാനത് ചെയ്തു പോയി. പക്ഷെ നിങ്ങളല്ലാത്ത മറ്റെല്ലാവരും എന്നോട് ദേഷ്യപ്പെട്ടു, അങ്ങ് മാത്രമല്ലേ എന്നോട് കരുണയോടെ പെരുമാറിയത്, അതുകൊണ്ട് നബിയെ ഞാൻ നിങ്ങൾ മാത്രം പോയാൽ മതി സ്വർഗത്തില്. അപ്പൊ തങ്ങൾ പറഞ്ഞു വേണ്ട, അവിടെ ഒരുപാട് ആളുകൾക്ക് വരാൻ സ്ഥലമുണ്ട്. ലഖദ് ഹജ്ജറത വാസിഅ, വിശാലമായ ഒരു സ്ഥലത്തെ നിങ്ങൾ എന്തിനായി ചുരുക്കിക്കളഞ്ഞത് എന്ന് തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നാ അഅ്തൈനാകൽ കൗസർ, അങ്ങേക്ക് നാം കൗസർ എന്ന പുഴ നൽകിയിരിക്കുന്നു നബിയെ. ഒരർത്ഥം അൽ കൗസർ എന്നതിന് കസീർ എന്നർത്ഥമുണ്ട്. ഒരുപാട് നിഅമത്ത് അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു നബിയെ, ദുനിയാവിലും നാളെ ആഖിറത്തിലും. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഫസല്ലി ലിറബ്ബിക വൻഹർ, അല്ലാഹുവിനോട് അങ്ങ് നന്ദി സൂചകമായിട്ട് നബിയെ അങ്ങയുടെ ശരീരം കൊണ്ടും അങ്ങയുടെ സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന് ഖിദ്മത്ത് ചെയ്യണം, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. ശരീരത്തിന്റെ ഖിദ്മത്താണ് നിസ്കാരം. ഫസ്വല്ലി, നിസ്കാരങ്ങളെ വർദ്ധിപ്പിക്കണം. ലിറബ്ബിക വൻഹർ, അള്ളാഹുവിന് വേണ്ടി ബലിയെറുക്കണം, ബലിപെരുന്നാളിന്റെ ഉദ്ഹിയ്യത്ത് ചെയ്യണം. അത് സമ്പത്ത് കൊണ്ട് ചെയ്യുന്നൊരു ഇബാദത്താണ്. അതുകൊണ്ട് സമ്പത്ത് അള്ളാഹുവിന്റെ വഴി. ചിലർ നിസ്കാരം ദിക്റൊക്കെ ഭയങ്കര പക്ഷെ പൈസ ഇതെടുത്ത് വരും ഭയങ്കര പിഷ്കന്മാരുണ്ടാവും. 5 പൈസ അള്ളാന്റെ വഴിക്ക് ഒരു വഴിക്കും കൊടുക്കൂല. അത് മുഅ്മിനീങ്ങൾക്ക് പറ്റാത്തൊരു സ്വഭാവമാണെന്ന, ഈ പൈസയാണ് എല്ലാം എന്നൊരു തോന്നൽ ഒരു വിശ്വാസിക്ക് വരാൻ പാടില്ലെന്ന. കാരണം ഇതെന്റെ കയ്യിൽ അള്ളാഹു തന്നത് അതിന്റെ അർഹരായ ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഞാനൊരു ഇടനിലക്കാരൻ മാത്രമാണ്. ആ രീതിയിലാണ് അങ്ങനെയല്ലേ അള്ളാഹു പറഞ്ഞത്, നാം കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് വിജയിക്കുന്ന മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹു തന്നതാണ് എന്ന് ബോധിക്കുന്ന ആളാണ് മുഅ്മിൻ. ജോലിന്റെ കച്ചവടമുണ്ട്, അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടുണ്ട്, പിന്നെ എന്ത് ചെയ്യും പൈസ കൊണ്ട്? പൈസ ബാങ്കിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ബില്യനെയർ ആവുമെന്ന് കാത്തിരിക്കുകയാണോ? ആ കിട്ടിയത് കൊടുത്തുകൊണ്ടിരിക്കണം, അള്ളാഹുവിന്റെ വഴിയിൽ ദാനം ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് വിശ്വാസിയുടെ ലക്ഷണം. ധൂർത്ത് ചെയ്യണം എന്നല്ല, എല്ലാം കൊടുത്തു തീർക്കണം എന്നുമല്ല അതിന്റെ അർത്ഥം. ദാനം ചെയ്യുന്ന ശീലം ഒരു മുഅ്മിനുണ്ടാവണം, ഇബാദത്തിന്റെ ശീലവും. ഇത് രണ്ടും അള്ളാഹു നൽകുന്ന നിഅമത്തുകൾക്ക് നൽകുന്ന ശുക്റാൻ എന്ന് അള്ളാഹു പഠിപ്പിക്കുന്ന സൂറയാണിത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്ന ശാനിഅക, എന്താ ഷാനി എന്ന് പറഞ്ഞാല് അങ്ങയോട് ദേഷ്യപ്പെടുന്ന ആള്. ഷാനി എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുന്ന ആള് എന്നാണ്. ഷാനി എന്നൊക്കെ പേരിടാറുണ്ടല്ലേ. ഇനി വേറെ എന്തെങ്കിലും അതിന്റെ ഒറിജിൻ ഉണ്ടോ എനിക്ക് അറിയില്ലേ. അറബിയിലെ ഷാനി എന്ന് പേരോടെ പറയുമ്പോ ഷാനി എന്ന് പറയും. ഷാനി അക, അങ്ങയോട് ദേഷ്യപ്പെടുന്ന ആള്, അങ്ങയോട് വെറുപ്പുള്ള ആള് എന്നാണ് ഇതിനർത്ഥം. ഷാനി അക ഹുവ അൽ അബ്തർ, അവരാണ് പ്രശസ്തി മുറിഞ്ഞു പോയവർ, അവരാണ് വാല് മുറിഞ്ഞു പോയവർ എന്നാണ്. അബ്തർ എന്ന് പറഞ്ഞാൽ വാല് മുറിഞ്ഞ മൃഗത്തിനാണ് അബ്തർ എന്ന് പറയാ. ഒരു മൃഗത്തിന്റെ വാല് മുറിഞ്ഞാൽ അബ്തർ എന്ന് പറയും. തങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബ്രാഹിം എന്ന കുഞ്ഞ്
മാരിയത്തുൽ ഖിബ്തിയ്യ ബീവിക്ക് തങ്ങൾ ജനിച്ച ഇബ്രാഹിം എന്ന കുഞ്ഞ്, ആ മോന് മരണപ്പെട്ടപ്പോ ഖുറൈശികൾ പറഞ്ഞു, ദേ അവസാനത്തെ ആൺകുട്ടി മരിച്ചു. ഇനിയിപ്പോ മുഹമ്മദ് നബി തങ്ങൾ എത്രക്ക് വലിയ ആളാണെങ്കിലും തങ്ങളുടെ ആ ഒരു ലെഗസി, പാരമ്പര്യവും തങ്ങളുടെ മഹത്വവും നിലനിർത്തി കൊണ്ടുപോരാൻ ഒരു ആൺകുട്ടി ഇല്ലല്ലോ, പെൺമക്കളല്ലേ പിന്നെ ഉള്ളൂ. അന്ന് അറബികൾ വിചാരിച്ചത് ആൺകുട്ടികൾ ഉണ്ടെങ്കിലേ വാപ്പയുടെ ആ ഒരു ഇജ്ജത്ത് നിലനിർത്താൻ കഴിയുള്ളൂ എന്നാണ്. അപ്പൊ തങ്ങളുടെ ആൺകുട്ടി വഫാത്തായപ്പോ അവര് പറഞ്ഞു ഹുവൽ അബ്തർ. നബിതങ്ങളുടെ വിഷയത്തിൽ തങ്ങൾ വാലുമുറിഞ്ഞു എന്ന പ്രയോഗം അവർ പ്രയോഗിച്ചു. എന്താണ് ഇതിനർത്ഥം? തങ്ങൾക്ക് ഇനി പ്രശസ്തിയൊന്നുമില്ല, തീർന്നു, കഴിഞ്ഞു. അള്ളാഹു പറയാ, ഇന്ന ശാനിഅക, നബിയെ അങ്ങയോട് ദേഷ്യപ്പെടുന്നവർ ഹുവൽ അബ്തർ, അവരാണ് വാലുമുറിഞ്ഞത്, അവരാണ് പ്രശസ്തിയും നന്മയും സൽപ്പേരും മുറിഞ്ഞു പോയവർ. അവർക്ക് സൽപ്പേരില്ല. ഇപ്പോ അങ്ങയോട് ദേഷ്യപ്പെട്ടവർ, അങ്ങയോട് വൈരാഗ്യം കാണിച്ചവർ, അങ്ങ് സത്യമായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടിട്ടും അധികാരം വിചാരിച്ചുകൊണ്ട് അള്ളിപ്പിടിച്ചു നിന്നവർ, അവരെയൊക്കെ ചരിത്രം മറന്നുകളഞ്ഞു. ഓർക്കുകയാണെങ്കിൽ പോലും അവർ ചെയ്ത തിന്മകളുടെ അഡ്രസ്സിൽ മാത്രമേ അവർ ഓർക്കപ്പെടുന്നുള്ളൂ. എന്നാൽ അങ്ങ് ഓർക്കപ്പെടുന്നത് അങ്ങ് ആകാശഗോളങ്ങളോളം വിഹായസ്യനോളം ഉന്നതിയിലാണ് ഹബീബെ. അങ്ങയുടെ സ്ഥാനം അങ്ങയോട് ദേഷ്യപ്പെടുന്നവർക്കാണ് അള്ളാഹു തആല അബദ്ധറാക്കി കളയുന്നത്, അല്ലെങ്കിൽ അള്ളാഹു തആല അവരുടെ പേരും പെരുമയും മുറിച്ചു കളയുന്നത് അങ്ങയോട് ദേഷ്യപ്പെടുന്നവരോടാണ്. നോക്കണം, അത് ഇന്നും അങ്ങനെയാണ്. പുണ്യനബി തങ്ങളുടെ മേൽ എന്തെങ്കിലും മനസ്സിലാക്കാതെ നുണകൾ എഴുതി വെച്ചത്, നുണചരിത്രം എഴുതി വെച്ചത് വായിച്ചിട്ട് ഹബീബായ തങ്ങളുടെ മേൽ ആരോപണം ഉന്നയിക്കുന്നതാണ്. നമ്മളവിടെ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നും പറയാൻ പറ്റൂല. അത് പറയേണ്ടവർക്കെല്ലാം പറയാമെന്നൊരു സ്വാതന്ത്ര്യം പോലെയാണ്. അതുകൊണ്ട് അവരങ്ങനെ വിളിച്ചു പറയും. ഒരിക്കലും ഒരു മതവിശ്വാസികളെയും വേദനിപ്പിക്കുന്നത് ആരും പറയാൻ പാടില്ല എന്നാണ്. പക്ഷെ ലോകത്തെന്ന് പറയുന്നത് മുഴുവനും മുസ്ലിം ഉമ്മത്തിനെ വേദനിപ്പിക്കുന്ന വാക്കുകളെ ജ്യോതികൾക്കും പറയാനുള്ളൂ, അല്ലാത്തവർക്കും പറയാനുള്ളൂ. ആയിക്കോട്ടെ, അതുകൊണ്ടൊന്നും ഹബീബിന്റെ മഹത്വം കുറഞ്ഞു പോകുന്നില്ല. ആ പറയുന്നവർ കുറച്ചു കാലം കഴിഞ്ഞങ്ങ് അബദ്ധറായി പോവാൻ. ചിത്രത്തിലില്ല. എത്ര ആളുകൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു പോയി. പിന്നെ എവിടെയാണ് അവര്, എവിടെ പോയി എന്നാ ചോദിക്കാൻ. ഇപ്പൊ കേൾക്കാനില്ലല്ലോ. ഹബീബായ തങ്ങൾക്ക് അള്ളാഹു നൽകിയ വാഗ്ദാനമാണ്. അങ്ങയോട് വെറുപ്പ് പ്രചരിപ്പിക്കുന്ന മുഴുവൻ ആളുകളും അബ്തറാണ്, അവരുടെ പ്രശസ്തിയും പെരുമയും മറ്റുപോകും നബിയെ എന്ന് അള്ളാഹു ഹബീബിന് ഉറപ്പ് കൊടുത്ത സൂറയാണത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഹബീബിന്റെ കൗസറിൽ നിന്ന് വാരി കുടിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. ഹബീബായ നബിയെ, അങ്ങേക്ക് നാം മഖാമും മഹ്മൂദ് നൽകാൻ പോകുന്നുണ്ട്. ഇന്നഹു ലമൻസിലത്തുൻ ലാ തൻബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ് വഅർജു അൻ അകൂന അനഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമും മഹ്മൂദിനെ സംബന്ധിച്ച് പറഞ്ഞു. അത് അല്ലാഹു ഒരേ ഒരാൾക്ക് മാത്രം നൽകുന്ന ഒരു സ്ഥാനമാണ്. അത് ഒരേ ഒരാൾക്ക് മാത്രമേ അല്ലാഹു നൽകൂ നാളെ സ്വർഗ്ഗലോകത്ത്. ആ ഒരു സ്ഥാനം എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടി മഖാമും മഹ്മൂദിനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ശഫാഅത്ത് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഖാമും മഹ്മൂദിനെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശഫാഅത്ത് ചെയ്യാൻ അല്ലാഹു ഹബീബിന് കൊടുക്കുന്ന ആ ഒരു അവസരത്തെ കുറിച്ചാണ് മഖാമും മഹ്മൂദ് എന്ന് പറയുന്നത്. അത്രേ, ഇന്നന്നാസ യസീറൂന യൗമൽ ഖിയാമത്തി ജുഫാ കുല്ലു ഉമ്മത്തിൻ തത്ബഉ നബിയഹാ. ഓരോ പ്രവാചകന്മാരുടെ കൂടെയും ആ നബിമാരുടെ അനുയായികൾ ഓരം പറ്റി നിൽക്കുന്നൊരു നേരമുണ്ട്. ജനങ്ങളെല്ലാം ചിന്നിച്ചുകറി ഓടുന്ന ഒരു നേരമുണ്ട്. അവര് പറയും, യാ ഫുലാൻ ഇശ്ഫഅ. നബിയേ, പ്രവാചകരെ, നിങ്ങൾ അല്ലാഹുവിനോടൊന്ന് പറയുമോ വിചാരണ തുടങ്ങാൻ. ഓരോ നബിയുടെ അടുത്തേക്കും ആളുകൾ ഓടുന്നതിനെ കുറിച്ച് ഹബീബ് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം, ഉലുൽ അസ്മിൽപ്പെട്ട അംബിയാഇന്റെ അടുത്ത് ഓടുന്ന കഥ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്മാരൊക്കെ എന്താ മറുപടി പറയുന്നതെന്ന് പറഞ്ഞു അല്ലെ. എല്ലാ കാണുന്നവരോട് മുഴുവനും പറയും അത്ര ആളുകൾ, ഒന്ന് അല്ലാഹുവിനോട് പറയും. ഇങ്ങനെ ഈ വെയിലത്ത് ഈ ചൂടത്ത് നിൽക്കാൻ കഴിയില്ല. അള്ളാഹുവിനോട് വിചാരണ തുടങ്ങാൻ വേണ്ടി ഒന്നാരെങ്കിലും റെക്കമെൻഡ് ചെയ്യുമോ, ആരെങ്കിലും എന്ന് പറയുമോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികത്തേക്കാണ് അവസാനമായി ആ റിക്വസ്റ്റ് വന്നെത്തുന്നത്. നബിയെ, അങ്ങ് അള്ളാഹുവിനോട് പറയണം. ആ സമയത്താണ് നബി തങ്ങൾ സുജൂദിൽ വീഴുന്നതും ഫയഹ്മിദുല്ലാഹ
ബിമഹാമിദ, അല്ലാഹുവിന്റെ ഹംദുകൾ ഇതുവരെ ഒരാൾക്കും അറിഞ്ഞിട്ടില്ലാത്തത്, ഒരാളും ലോകത്ത് പറഞ്ഞിട്ടില്ലാത്ത ഹംദിന്റെ വാക്കുകൾ നിബിതങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയും ആ വാക്കുകൾ വെച്ച് ഹബീബായ തങ്ങൾ അല്ലാഹുവിനോട് ശുപാർശക്ക് അപേക്ഷിക്കുകയും ചെയ്യുമ്പോ മുഹമ്മദ് ഹബീബേ അങ്ങ് പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. അങ്ങ് ശുപാർശ ചെയ്തോളൂ, ആ ശുപാർശ ഞാൻ അംഗീകരിക്കാം എന്ന് പറഞ്ഞ് തങ്ങളോട് തല ഉയർത്താൻ പറയുന്ന ആ ഒരു സ്ഥാനത്തെ കുറിച്ചാണ് മഖാമും മഹ്മൂദ് എന്ന് പറയുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഹബീബിന്റെ ശഫാഅത്ത് അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഇൽമിന്റെ മജ്ലിസിൽ വെച്ച് ചോദിക്കുകയാണ്, റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധമുള്ള എല്ലാ മുഅ്മിനാത്തുകൾക്കും അല്ലാഹുവേ നിന്റെ അഷ്റഫുൽ ഖൽഖിന്റെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബിന